മോളെ ഞാൻ മേടിച്ച ഡ്രസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ചെറുതാണല്ലോ. ചെറുതാണെങ്കിലല്ല ഇതൊക്കെ കാണാക്കത്തുള്ളൂ. അല്ല പൈസ ഇല്ലല്ലോ, ദാരിദ്ര്യമാ. അതിന്റെ ഇടയ്ക്ക് കൂടെ എന്റെ മുത്തിന് മേടിച്ചാ. എന്താ ഞാൻ ഇടട്ടെ? ഇട്ടോ, പക്ഷെ ക്യാമറ ഓഫ് ചെയ്യില്ലേ. അയ്യടാ കള്ളാ. ഇട്. ആരെ മണം പിടിക്കുന്ന സൗണ്ട്? അങ്ങോട്ട് ആരംഭിക്ക്. അയ്യോ അയ്യോ ഞെട്ടിപ്പോയി. അയ്യോ ഇന്നത്തെ കോട്ട തീർന്നേ. കട്ടം പൊക്കുന്നതിന് മുമ്പ് നാടാൻ തീർന്നേ. എന്തൊരു ഗതി കെട്ടവനോ. അങ്ങനെ തന്നെ വേണം. പോടാ പട്ടി. ആരേലും ഒരു ഹോസ്പോട്ട് തരുമോ? കഷ്ടമുണ്ട്. അയ്യോ പോയേ. ആരെങ്കിലും ഹോസ്പോട്ട് ഇവിടുന്ന് വരെയും കാണുന്നുമില്ലല്ലോ. അതുകൊണ്ടില്ല അവരിക്കുന്നത്. ഹോസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തടാ. എന്റെ പൊന്നെണ്ണ ഇവിടെ ഹോസ്റ്റ് ഒന്നുമില്ല. എണ്ണിച്ച് പോയി. എന്റെ കൊച്ചിനെ വിളിക്കാൻ കുറച്ച് MP മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ബോർഡ് എടാ എടാ അച്ഛന് വയ്യടാ, വീഡിയോ കോൾ ചെയ്യാനാടാ. അച്ഛന് വയ്യായിരിക്കും വീഡിയോ കോൾ ചെയ്യാൻ. നീ ആരാ, ഡോക്ടറോ? പിന്നെ കഷ്ടമുണ്ടാ ഇച്ചിരി താടാ. ഒരു കഷ്ടമില്ല. അടിച്ച് പാടിയാ കഴിയുന്നത്. എന്റെ കൊച്ചിനെ വിളിക്കാനാന്ന് പറഞ്ഞു. നാശം പിടിച്ചവന്. എടാ ജോമോനെ നാറ് ഇറങ്ങി വാടാ. എടാ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓച്ച് ചോദിച്ച നീ എനിക്ക് തന്നോ? എടാ അന്ന് ഒരു 19 രൂപ റീചാർജ് ചെയ്യടാ. കഷ്ടമുണ്ട്. എടാ അകത്തിരിക്കുന്ന ജോമോൻ തന്നെ ഉണ്ടല്ലോ, അവൻ പൈസ എല്ലാം ഉണ്ട് എനിക്ക്. അവൻ പൈസ തന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാൻ. എത്രായിരം രൂപ? 10 രൂപ. അപ്പോഴവന്റെ ഒരു 19 രൂപ റീചാർജ്. ഒന്ന് പോടാ അവിടുന്ന്. എന്നെക്കാളും വലിയ. ജോമോനെ. ഹലോ മോളെ, ഞാനൊരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരിടം വരെ പോവായിരുന്നു. അപ്പൊ പജീറോ എടുത്തപ്പോഴാ അതിന്റെ ഗ്ലാസ് പൊട്ടി. അതിനൊരു 2 lakhs ആവും, അറിയാലോ. എടാ ജോമോനെ തെണ്ടി ഒന്ന് ഇറങ്ങി വാടാ. എടാ എനിക്ക് പോണോടാ. എടാ എനിക്ക് വയ്യടാ, എനിക്ക് വയറ്റ് വേനാടാ. വയറ്റ് വേന. എന്നിട്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. സൗണ്ടോ കേട്ടോ? അത് മാറ്റണമെന്ന് സ്റ്റേറ്റ്സിൽ നിന്ന് ഡാഡി വിളിച്ച് പറഞ്ഞു. അപ്പൊ അത് മാറ്റണം. അതുകൊണ്ടൊക്കെയാ അങ്ങ് കോൾ അങ്ങ് കട്ടാക്കിയത്. എന്തുവാടാ നീ കഴിച്ചു ഇന്നലെ? എനിക്ക് അറിയത്തില്ലടാ, വയറ്റി പിടിച്ചില്ലടാ. എനിക്ക് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കടാ. എടാ ആ പൈസ ഒന്ന് നാടാ തെണ്ടി. ഞാൻ പോട്ടറാ വീട്ടില്. എടാ നീ വീട്ടിൽ പോയിട്ട് വാ, അപ്പോഴത്തേന് താര. പിന്നെ നിനക്ക് തന്നായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോവാൻ പൈസ? ഒന്നാ വെയിറ്റ്. അപ്പൊ എന്നെ കാണണ്ടയോ? മോൾ എന്താ വിചാരിച്ചേ? എല്ലാവരുടെയും കൂട്ടി നിന്റെ ശരീരം വന്നു എനിക്കിഷ്ടം. നിന്റെ മനസ്സല്ലേ എനിക്കിഷ്ടം. ഇതൊന്നും കാണണ്ട. ഗായ്സ്, ഒരു പ്രശ്നമുണ്ട്. ഇതിനെക്കാട്ടി വലിയ പ്രശ്നമുണ്ട്. ഷേർലി ചേച്ചിയെ വീട്ടിൽ പോയി. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഫുഡോ? നമ്മൾ തന്നെ ഉണ്ടാക്കണം. എടാ ഇവിടെ ഇരിക്കുന്ന ഒരു പട്ടിയുടെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല. അപ്പൊ ഇനി 3 ദിവസം പട്ടിണി ഇല്ലയോ? അല്ല നീ എന്തിനീ ഷൂ എടുത്ത് കയ്യിലിട്ടേക്കുന്നേ? പിന്നെ ഇത് ഊരിയിട്ടിട്ടാണ് ഈ തെണ്ടുകൾ അടിച്ചോണ്ട് പോകാന്. ആരടിച്ചോണ്ട് പോയാടാ ഇതൊക്കെ? അതുകൊണ്ടായിരിക്കും നീ സോക്സ് ഇതിനകത്ത് വെച്ചേക്കുന്നത് അല്ലയോ? വാദമുണ്ട്. എടാ എനിക്കതല്ല സംശയം. നീ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല. പിന്നെ ഇത് എന്തുവാടാ സംഭവം? ഞാൻ 2 ദിവസമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ തുപ്പൽ വിഴുങ്ങിയായിരുന്നു. എന്നാലും ഇങ്ങനുണ്ട്. ആ തുപ്പൽ എന്ന് പറയുന്ന ബാക്ടീരിയ ഇല്ലയോ? ആ ബാക്ടീരിയ വയറ്റിൽ ചെന്നിട്ട് വയറിളക്കമായി പോയി. അളിയാ ഓണർ വരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഓണർ അതിന് ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു വന്നെങ്കിൽ എന്താ പറ്റിയടാ? എല്ലാത്തിനും പനിയാന്ന് തോന്നുന്നു. ഇവിടെ നിന്നാ പണി കിട്ടും. അതെ എല്ലാവരും പേയ്മെന്റ് എനിക്ക് ഗൂഗിൾ പേ ചെയ്തേക്കണം കേട്ടല്ലോ. ഈ മന്മഥനെ അങ്ങനെ എല്ലാവർക്കും പറ്റിക്കാന്ന് വിചാരിക്കണ്ട കേട്ടല്ലോ. പൈസ ഗൂഗിൾ പേ ചെയ്തേക്കണം. ഇപ്പൊ ഞാൻ പോവാ. മണ്ടൻ എന്നെ പിടിച്ചില്ല, അവൻ പൊട്ടനാടാ. അതെ മോനെ എന്റെ താക്കോല്. താക്കോലോ? താങ്ക് യു. പോട്ടെ മറക്കട്ടെ. ശരി ഓക്കെ. ഇനി മണ്ടനാണ് ഈ താക്കോൽ. ആരായിരിക്കും? പോട്ടെ. എടാ വിശക്കുന്നടാ, എന്തേലും കഴിക്കാൻ പൈസ വല്ലതും ഉണ്ടോടാ? ഇവിടെ പേലേറ്ററിൽ നിന്ന് പൈസ എടുത്തിട്ട് അത് അടയ്ക്കാത്തോണ്ട് അത് ബ്ലോക്ക് ആയിട്ട് കിടക്കും. എനിക്ക് വിശന്നിട്ട് പോയത് നിനക്ക് അറിയാവോ? എന്തെങ്കിലും നമ്പർ ഇറക്കിയേ പറ്റും. എടാ ഞാനേ അങ്ങ് ലിഫ്റ്റ് അടിച്ചാലോ എന്ന് ആലോചിക്കുക.
തിരുവനന്തപുരത്തുനിന്ന് പാലക്കാട് വരെ ലിഫ്റ്റ് അടിക്കാനോ? ആ എങ്ങനെയും ലിഫ്റ്റ് അടിച്ച് പോവാന്ന് കരുതി. എന്നാ ശരി, നീ കണ്ടിന്യൂ ചെയ്യ് കേട്ടോ. ഞാൻ പോവാണേ. ആ ഇപ്പൊ നീ ഇറങ്ങിയല്ലോ, എന്താ നിന്റെ വാൽ അടഞ്ഞോ? എടാ അത് ശ്വാസം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ ഞാൻ. പരമാറി നീ മനഃപൂർവ്വം അതിനകത്ത് കയറി വിളിച്ചിരിക്കുവാന്ന് എനിക്കറിയണം. ഇറങ്ങണം നിണ്ടി. എടാ 2 തുള്ളി തുപ്പൽ വിഴുങ്ങിയായിരുന്നു, അതും കൂടെ കളയാനുണ്ട്. ഞാൻ പഠിത്തം നിർത്തിയിട്ട് കുറെ നാളായി. ഈ ചുമ്മാ ഇരി. സംഭവം എനിക്ക് കത്തി ഓരോ ബോർഡല്ലയോ? അങ്ങനെ ഉണ്ടെങ്കിലേ എന്റെ കുഞ്ഞമ്മയുടെ മോടെ മാമനെ ഒന്ന് വിളിക്കും. അങ്ങനെ സുഖിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഫുഡ് എവിടെ കിട്ടുന്നത്? ജോജാബോർഡും കുഞ്ഞമ്മയുടെ എടാ എനിക്കറിയാം ഓരോ ബോർഡ് തന്നെ രണ്ടുപേരും. കത്തിക്കാനായിരിക്കും ഫുഡ് കിട്ടാൻ വേണ്ടി. വെള്ളം ഇച്ചിരി കൂടിയോന്നൊരു ഡൗട്ട്. ആളിന്റെ എണ്ണം കൂടുതലില്ലേ, വെള്ളം കുഴിച്ച് ഒറ്റപ്പടക്കാം. കണ്ടോ, കോളേജിൽ പോയോണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഭാരമുണ്ട്. എന്താടാ എന്റെ ബുക്കല്ലേ ഇരിക്കുന്നത്? എനിക്കന്ന് സ്റ്റോറിന്ന് ബുക്ക് തന്നൊരു പോലും വിചാരിച്ചില്ല. ഞാൻ ഈ ബുക്കും വെച്ച് അടുപ്പുണ്ടാക്കുന്നു. നീ മേടിച്ചല്ലോ, അടിച്ചോണ്ട് വന്നല്ലേ? വില കൊടുക്കണ്ട നമുക്ക് കഴിഞ്ഞു. എന്നാലും മണപ്പേരെന്താടാ? ആയിരിക്കറിയാം, വില പിള്ളേരെ പറയാൻ പോയി കാണും. എടാ അപ്പൂസേ, എന്തിനാ അവിടെ ഇരിക്കുവാടാ? നീ എതിലിറങ്ങി? ഞാൻ അതിലേക്ക് ഇറങ്ങി. വാടാ, ലവൻ മാഗി ഉണ്ടാക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോവാം. വാ. Steady, go! Thank you. സാധനത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നീ ഡിഗ്രി പഠിക്കാൻ പോണം. എന്തിനാ? ഇതുപോലെ കുറെ അടുപ്പ് നമുക്ക് ഇവിടെ എല്ലാം കൂട്ടാമല്ലോ. പൊങ്കാല പോലെ മാഗി പൊങ്കാല കട്ടാക്കിയാൽ ഈ തെണ്ട് കിടന്ന് വിളിക്കുവായിരുന്നല്ലോ. മോശം വേണ്ടി. അല്ല നീ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ച്?